എല്ലാവർക്കും നമസ്കാരം. 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഡിസംബർ 13 മുതൽ 20 വരെ തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഷാജിൻ കരൺ സാറിൻ്റെ നേതൃത്വത്തിൽ കേരള ഫിലിം മാർക്കറ്റ് ഈ ഫെസ്റ്റിവലിനോട് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ സാർ ഇവിടെ വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചു കഴിഞ്ഞു. ഇതൊരു നോളജ് ഷെയറിംഗ് കൂടിയാണ്. ഒപ്പം ലോക സിനിമയുടെ നിലവാരത്തിൽ മലയാള സിനിമ എവിടെ നിൽക്കുന്നു എന്ന് മലയാള സിനിമയുടെ പ്രവർത്തകരെ, മലയാള സിനിമയെ ഒരു സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കാൻ, ഒപ്പം നമ്മുടെ സിനിമയെ ലോക സിനിമയുടെ ഒരു പരിപ്രേക്ഷ്യത്തിൽ അതിനെ ഷോക്കേസ് ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കേരള ഫിലിം മാർക്കറ്റ്, അത് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അവിടെ സംഘടിപ്പിക്കുന്നത്. ഇവിടെ ഈ ഫെസ്റ്റിവലിനെ സംബന്ധിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഫിലിം മാർക്കറ്റിനെ കുറിച്ച് സാറ് വിശദമായിട്ട് സംസാരിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഫെസ്റ്റിവല്, ഈ തവണത്തെ ഫെസ്റ്റിവല് നമ്മൾ കഴിഞ്ഞ തവണ പോലെയൊക്കെ തന്നെ വലിയ ഒരു ജനപങ്കാളിത്തം, പ്രേക്ഷകരുടെ ഒരു വലിയ പിന്തുണ നമുക്ക് ഇപ്പോൾ തന്നെ അത് ഫീൽ ചെയ്ത് കഴിഞ്ഞു. കാര്യം കഴിഞ്ഞ ദിവസം എൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചപ്പോൾ തന്നെ ആദ്യ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഏതാണ്ട് 5000 വരെ രജിസ്ട്രേഷനിലേക്ക് നമ്മൾ എത്തി ആദ്യ ദിവസം തന്നെ. അപ്പോൾ അതൊരു വലിയ ആവേശകരമായ ഒരു പങ്കാളിത്തത്തിൻ്റെ ഒരു സൂചനയാണ്. വരും ദിവസങ്ങളിലും ഇത് തുടരുകയാണ്. പക്ഷെ നമുക്ക് പരമാവധി ഒരു 12,000 ഒക്കെയാണ് ഡെലിഗേറ്റ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡെലിഗേറ്റ്സ് 12,000 വന്നാൽ തന്നെ മറ്റ് വിദേശത്തു നിന്നൊക്കെ വരുന്ന ഗസ്റ്റുകൾ, വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ, സിനിമ സംബന്ധിയായിട്ടുള്ള നിരൂപകരുണ്ട്, ചലച്ചിത്ര പ്രതിഭകൾ, ചലച്ചിത്ര പ്രവർത്തകർ, നമ്മുടെ നാട്ടിലെ തന്നെ മറ്റ് സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരുപാട് പ്രേക്ഷകർ, അവരൊക്കെ ഈ മേളയുടെ ഭാഗമായിട്ട്, പിന്നെ നമ്മൾ വോളണ്ടിയേഴ്സ്, അങ്ങനെ ഒരു വലിയൊരു ഏതാണ്ട് ഒരു 15,000-ഓളം പേരെ നമ്മൾ ഈ മേളയിൽ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ നടന്നു വരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ ഒരു പാക്കേജുകൾ നമ്മൾ ഈ വർഷം ഈ ആഫ്രോ ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ സിനിമകളുടെ ഒരു പാക്കേജ് നമ്മൾ ഇതിനകത്തുണ്ട്. അതുപോലെ കൺട്രി ഫോക്കസ് ഫിലിം, അത് നമ്മൾ അർമേനിയയാണ് ഇത്തവണ. അർമേനിയ സിനിമയെ സംബന്ധിച്ചിടത്തോളം അവരുടെ 100 വർഷം ആഘോഷിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രസക്തിയുണ്ട്. നമ്മുടെ മലയാള സിനിമയും ഇപ്പോൾ 100ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ആ ഒരു നമുക്ക് അന്യമായ എന്ന് പറയാവുന്ന ഒരിടത്തെ സിനിമയോട് നമ്മളൊരു ഐക്യദാർഢ്യവും അനുഭാവവും പ്രകടിപ്പിക്കുക കൂടിയൊക്കെയാണ് ആ ഒരു കൺട്രി ഫോക്കസ് വിഭാഗത്തിലേക്ക് അത് വരുന്നത്. ഒപ്പം അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ശ്രദ്ധേയങ്ങളായ സിനിമകൾ, ലോകത്തെ വർത്തമാനകാലത്തെ ചലച്ചിത്ര ആചാര്യന്മാരുടെ മാസ്റ്റേഴ്സിൻ്റെ സിനിമകൾ, അങ്ങനെ ഒരു ലോക സിനിമാ വിഭാഗമുണ്ട്. അതിൻ്റെ തന്നെ മത്സര വിഭാഗമുണ്ട്. പിന്നെ ഇന്ത്യൻ സിനിമ നൗ എന്ന കാറ്റഗറിയിൽ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഒരു സമകാലിക മുഖം നമുക്ക് അനാവരണം ചെയ്യപ്പെടുന്ന ഒരു പാക്കേജുണ്ട്. മലയാളം സിനിമ ടുഡേ എന്ന് പറയുന്ന ഒരു പാക്കേജുണ്ട്. അതുപോലെ നമ്മൾ ഹോമേജ് വിഭാഗമുണ്ട്. നമ്മൾ വിട പറഞ്ഞു പോയ മഹാപ്രതിഭകളെ അനുസ്മരിക്കുന്ന, അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന അത്തരം ഇതുണ്ട്. ഇതിനൊക്കെ പുറമെ ഇത് ചലച്ചിത്ര മേളയുടെ ചലച്ചിത്ര പ്രദർശനങ്ങളെക്കുറിച്ചാണ്. വെറും ഒരു പ്രദർശന വേദി മാത്രമായിട്ടല്ല നമ്മുടെ ഒരു ഫെസ്റ്റിവൽ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അവിടെ ചർച്ചകളുണ്ട്, സംവാദങ്ങളുണ്ട്, ഇൻ കോൺവെർസേഷൻ ഉണ്ട്, നമ്മുടെ പിന്നെ മീറ്റ് ദ ഡയറക്ടേഴ്സുമായിട്ട് അങ്ങനെയുള്ള പരിപാടികളുണ്ട്, ഓപ്പൺ ഫോറമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സംവാദങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ട് വളരെ സർഗാത്മകമായ ഒരു ഇടമായിട്ട് കൂടി ഈ ഫെസ്റ്റിവൽ വേദി മാറുകയാണ്.